അങ്ങനെ ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കാണണം. ഇപ്പോൾ RSS ആണേ ഈ പറയുന്ന രീതിയിൽ പാർട്ടികളെ രംഗത്തിറക്കിയിട്ട് പ്രതിപക്ഷത്തിന് പണി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. ഇത് പറയുന്നത് ആരാ? പ്രതിപക്ഷം തന്നെയാണ്. കോൺഗ്രസിൻ്റെതായ ഇപ്പോൾ പല രീതിയിൽ പലതരത്തിൽ ഇന്ത്യ സഖ്യം വളരെ വലിയ തോതിൽ അടിയുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്നാണ് തോന്നുന്നത്. എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കാണണം ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ RSSന്റെ തലയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. RSS ആണ് പാർട്ടികൾ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ 8ന്റെ പണി പ്രതിപക്ഷത്തിന് ഇട്ട് കൊടുത്തത് എന്നുള്ള തരത്തിലോട്ട് ആക്കിക്കും. ഒരു കാര്യം തുറന്നു പറയണമല്ലോ, ഈ പാറ്റാ സമരം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് BJP സഖികൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് 100% ശരി. ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അത് മനസ്സിലാവും ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ 16ന്റെ പണി കിട്ടിയിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. അത് പ്രതിപക്ഷത്തിന് മനസ്സിലായി, ബോധ്യപ്പെട്ടു അവർക്ക്. ഇപ്പോൾ പണി കിട്ടിയ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് എന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. കാരണം ഈ പാറ്റാ സമരം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയും BJP ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഓരോ കാര്യങ്ങളായിട്ട് കൊണ്ടുവരും, എന്നിട്ട് നേരെ സംഭവിക്കുന്ന ഉൾട്ടയായിട്ടാണ്. അതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സമരത്തിലൂടെ ഇപ്പോൾ BJPയെ പിടിച്ച് താഴെ ഇറക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ബാഡ് മാർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പ്രതീക്ഷ കൊണ്ടാണ് ഈ ഒരു സമരം തുടങ്ങി വെച്ചത്. അതുകൊണ്ടാണ് സപ്പോർട്ട് നൽകിക്കൊണ്ട് കുറേ എണ്ണം പ്രതിപക്ഷം ഇങ്ങനെ പിന്നിൽ നിന്ന് വന്നത്. പക്ഷേ എവിടെയോ എന്തോ പാളിച്ച സംഭവിച്ചു. കാരണം എന്ന് പറയുന്നത് BJP ഇങ്ങനൊരു തീരുമാനം ഇത്ര വേഗം എടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പാർട്ടികൾ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഇങ്ങനൊരു എന്താ പറയുക, രാജി പെട്ടെന്ന് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം അത് സംഭവിച്ചു. പാർട്ടികളൊക്കെ വിചാരിച്ചിരുന്നത്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷമൊക്കെ വിചാരിച്ചിരുന്നത് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഈ പറയുന്ന രീതിയിൽ രാജിയൊന്നും വയ്ക്കത്തില്ല, പോലീസിനെ കൊണ്ട് അടിച്ചമർത്താൻ നോക്കും ഈ സമരം, അതാണ് ഇതാണ്, അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ഭയങ്കര തോതിലുള്ള ഒരു നെഗറ്റീവ് ഇത് BJPക്കെതിരെ ഉണ്ടാക്കാമെന്നൊക്കെയായിരുന്നു. പക്ഷേ നേരെ സംഭവിച്ചത് മറിച്ചായിപ്പോയുടെ ഇതിപ്പോൾ BJP വളരെ വലിയ തോതിലുള്ള തീരുമാനമെടുത്ത് അവരൊരു മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ജനങ്ങളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ഒരു സർക്കാരാണ് ഇതെന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനവും എടുത്ത് നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നുകൊണ്ട് ജനങ്ങൾ ഈ പറയുന്ന രീതി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. നരേന്ദ്രമോദിക്കാണെങ്കിൽ ഭയങ്കര സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് നിറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. BJP അനുകൂല നിലപാടുകൾ വീണ്ടും വിദ്യാർത്ഥികളുടെ ആ ഒരു തരത്തിൽ തരംഗമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അപ്പോൾ എന്തോ പറയാമെന്ന് പറയാം, ഈ ഒരു കാര്യത്തിലൂടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നേട്ടമായി പ്ലസ്സായി മാറിയിരിക്കുന്നത് BJPക്കാണ്. പാർട്ടികൾ പോലും ഞെട്ടിപ്പോയി. എന്നിട്ട് ഇനി അടുത്ത ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ പാർട്ടികൾ ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ്. കാരണം ഇവർ ഈ ഒരു സമരം ചെയ്ത് BJP ഇങ്ങനെ രാജി വെച്ചതോടുകൂടി BJP 16ന്റെ പണിയാണ് പാർട്ടികൾക്ക് കൊടുത്തതെന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു രാജി വന്നതോടുകൂടി തന്നെ ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം അവിടെ ഉള്ളവരും രാജിവെക്കണം എന്നുള്ള തരത്തിൽ, അതായത് ഈ ഒരു ക്രമക്കേടിന്റെ പേരിൽ പ്രത്യേകിച്ച് പഞ്ചാബ്, AAP ഭരിക്കുന്ന പഞ്ചാബ്, ഈ പാറ്റാത്ത ലോകന്മാരൊക്കെ ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ പഞ്ചാബിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും, പഞ്ചാബിലെ ക്രമക്കേടിനെ കുറിച്ച് പല തവണ പല രീതിയിൽ ഈ അഭിജിത്തിന്റെ അടുത്തും അതോടൊപ്പം തന്നെ പാറ്റാ തലവന്മാരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഉത്തരമില്ല, മിണ്ടാട്ടം മുട്ടിപ്പോകുന്നു. അവരെ ഈ പറയുന്ന രീതിയിൽ അവരുടെ ഡബിൾ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ 100% വ്യക്തമാണ്. അപ്പോൾ പാർട്ടികളെ കൂടി ഇപ്പോൾ BJP രാജിയിലൂടെ പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് പോലും വാ തുറക്കാനായിട്ടുള്ള ഒരു ഇതില്ലാത്ത തരത്തിലോട്ട് ഇപ്പോൾ BJP സംഘികളാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ ഇനി ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയി ഏറ്റവും കൂടുതൽ നാണം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അങ്ങേരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിൽ പല ഒരു പരിതാപകരമായിട്ടൊരു അവസ്ഥ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് വർഷം കുറേയായി അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്, ഒരു മാറ്റമില്ല. പഴയതിനേക്കാട്ടിലും വളരെ വലിയ തോതിൽ ഇപ്പോൾ ദുർബലപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൂടെ പ്രതിപക്ഷം വീണ്ടും കാര്യങ്ങൾ മാറി, രാഹുൽ ഗാന്ധി കാര്യങ്ങൾ മാറി എന്നുള്ളത് വാസ്തവമാണ്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പലരും നീങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പ്രതിപക്ഷ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധി കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരത്തിലൂടെ തന്നെ പ്രതിപക്ഷം ഒരു ചുക്കിണി ചുണ്ണാമ്പിനും കൊള്ളത്തില്ല എന്നുള്ള അവസ്ഥയിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വളരെ കൃത്യമായി മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് തുടർന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം. അത് പല പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ മുന്നിൽ വയ്ക്കുന്നുണ്ട് ആ ഒരു തരത്തിൽ. രാഹുൽ ഗാന്ധി തുടർന്നിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അധികം വയ്യാതെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു രാജി പറയുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഉണ്ടായാൽ അത്രയും നല്ലതെന്ന് പറയാം. കാരണം പുതിയ ഒരാൾ വരണം, പുതിയ ഒരാൾ വന്നിട്ടേ കാര്യമുള്ളൂ കോൺഗ്രസ്. കാരണം ഈ രാഹുൽ ഗാന്ധി കൊണ്ട് ഇത്ര കാലമായിട്ട് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരാളെ പരീക്ഷിക്കണം, അതാണ് വേണ്ടതെന്ന് പറയുന്നത്. അതിന് കഴിയാത്തടത്തോളം കോൺഗ്രസ് ദയനീയമായിട്ട് പരാജയപ്പെട്ട് ആകപ്പാടെ ഒന്നിനും കൊള്ളാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത്, അത് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ ഈ സമരത്തിലൂടെ അതിലൂടെ അവർ BJP നേട്ടമുണ്ടാക്കി. കാരണം അവരുടെ ആ ഒരു സർജിക്കൽ പ്ലാൻ അവർ വർക്കൗട്ടാക്കി, അവരത് കൃത്യമായിട്ട് അത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എത്തിച്ചു, ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു. അതിലൂടെ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഉയർത്തുന്ന തരത്തിലോട്ട് നരേന്ദ്രമോദി തന്നെ തുനിഞ്ഞിറങ്ങിയ കാര്യങ്ങൾ മാറ്റി എന്നുള്ളതാണ് ഒറ്റ വീഡിയോ കൊണ്ട്. നരേന്ദ്രമോദി ഒറ്റ വീഡിയോ കൊണ്ട് മാറിയ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. അതോടൊപ്പം തന്നെ ഒറ്റ രാജി കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. BJP ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിലാക്കാമെന്ന് വിചാരിച്ചിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഉടനീളം ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിലാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ CJP പാർട്ടിയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ RSS ആണ് CJP ഇറങ്ങി. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കാരണം അവർക്ക് മനസ്സിലായി ഇതിപ്പോൾ BJPക്ക് നേട്ടമായി മാറി. CJP
സമരം കൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികളും എല്ലാ അർത്ഥത്തിലും സ്വാഹായിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തി. കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ദയനീയ അവസ്ഥ എന്ന് പറയേണ്ടി വരും.